ഇന്നലത്തെ എൻ്റെ ഷോർട്ട് വീഡിയോ കണ്ട ആൾക്കാർക്ക് ഇന്നത്തെ വീഡിയോൻ്റെ വലിയൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇന്നലത്തെ ഷോർട്ട് വീഡിയോയുടെ ഫുൾ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഫസ്റ്റ് നമ്മളിത് മാൾ ഓഫ് റാൻകൂറി കയറിയിട്ട് ലെൻസ് കാർട്ടിൽ നിന്ന് സൺഗ്ലാസ് നോക്കി. അതിന് ശേഷം വെസ്റ്റ് സൈഡിൽ പോയിട്ട് 2-3 ഡ്രസ്സ് ട്രയൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഈ യെല്ലോ കളർ എനിക്ക് ഫേവറേറ്റ് ആണ്. യെല്ലോ എൻ്റെ ഫേവറേറ്റ് കളറാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഫ്രോക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ മാക്സി ടൈപ്പില്ലേ, ആ ടൈപ്പ് ഫ്രോക്കാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു ബോഡി കോൺ ട്രൈ ചെയ്തു. ഞാൻ എടുത്തത് എക്സ്ട്രാ സ്മോൾ ആയിരുന്നു. അപ്പോൾ എനിക്ക് സ്മോൾ വേണമെന്ന് തോന്നി കേട്ടോ. പക്ഷെ ഞാനത് പിന്നീട് ട്രൈ ചെയ്യാൻ നിന്നില്ല. എനിക്ക് ഈ ടൈപ്പ് ഉണ്ട് എന്നുള്ള ഒരു ഉൾവിളി വന്നു. അതിനുശേഷം ഈ ഡ്രസ്സ് നോക്കി കേട്ടോ. അതിൽ മറ്റേ ഡ്രസ്സിൽ എൻ്റെ കുമ്പ നല്ല വിസിബിളായിരുന്നു. അതുകൊണ്ട് അതും ഞാൻ മാറ്റി. അതിനുശേഷം ഇത് നോക്കിയപ്പോൾ അതിൽ നല്ല ക്ലീവേജ് വിസിബിളാണ്. അപ്പോൾ ഇതും ചെറുതായിട്ടൊന്ന് മാറ്റി വെച്ചു കേട്ടോ. ഇവിടെ കേരളത്തിലിടുമ്പോൾ എനിക്ക് കുറച്ചൊരു ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആണ്. നമ്മൾ പൂക്കീസ് ഇടുന്ന പോലെ എനിക്ക് ഇടാൻ പറ്റണില്ല. എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതും ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചു. എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഡോർ തുറന്ന് ഓപ്പൺ ചെയ്ത് വെക്കാൻ എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമാകുന്ന പോകുന്നത് ഞാൻ ഇട്ടതിൽ ഇതായിരിക്കും. ഇത് നമ്മളൊരു വീഡിയോയിൽ കണ്ടിട്ടാണ് വരുന്നത്. ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇടാം. ഇപ്രാവശ്യം പോകുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നേ. എസ്തർ ഇട്ടിട്ടുള്ള ഈ ഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അമ്മയുടെ അഭിപ്രായം എന്താണെന്ന് കേട്ടോളൂ കേട്ടോ. ഏറ്റവും ഇഷ്ടമായത് ഇഷ്ടമായി, മഞ്ഞ ഇഷ്ടമായി. വെസ്റ്റ് സൈഡ് ഡ്രസ്സുകളിൽ നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണ് ഞാൻ ഇട്ടതിൽ ഏറ്റവും രസമായിട്ട് തോന്നിയത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് പറയണേ. മാക്സിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല. അതിനുശേഷം ട്രെൻഡ്സിൽ കയറി. അവിടെ ഫസ്റ്റ് ഒരു പിങ്ക് ഡ്രസ്സ് എൻ്റെ കണ്ണിലിങ്ങനെ ഉടക്കി. അതിനുശേഷം ഈ പൂക്കളുടെ ഡ്രസ്സും ഞാൻ ഇട്ട് നോക്കി കേട്ടോ. ഈ 2 ഡ്രസ്സും ട്രൈ ചെയ്തപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ സെയിം ആയിട്ട് പിങ്കാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ പക്ഷേ അത് വേണ്ട വിചാരിച്ചു. രാമചന്ദ്രൻസിൻ്റെ ഈ ഭാഗം നല്ല തിരക്കായിരുന്നു. നാളെ സ്കൂൾ തുറക്കുകയായിരുന്നു. അതുകൊണ്ട് കേട്ടോ. സ്റ്റുഡിയോയിൽ വന്നു അകത്ത് കയറിയപ്പോൾ തന്നെ എനിക്ക് ഈ ഡ്രസ്സ് കണ്ണിലുടക്കി. പിന്നെ 2-3 ഡ്രസ്സ് ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ പച്ച കളർ വേറൊരു ഡ്രസ്സുണ്ട്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇതേ സെയിം പച്ചയുണ്ട്. പക്ഷേ എനിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഇട്ടതിൽ ഏറ്റവും ഇഷ്ടമായ ഡ്രസ്സ് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ വൈബ് എന്താണെന്നുള്ളത്. അതിനുശേഷം ഇത് ഷോർട്ടായിട്ടുള്ള 2 ഫ്രോക്കുകൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും, ഞാൻ എന്ത് ഈ കടകളൊക്കെ നിരങ്ങി ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് നോക്കുന്നത് എന്നാണ്. കുറച്ച് പേർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇന്ന് ജൂൺ 1, ജൂൺ 2 ആണ് എൻ്റെ ബർത്ത്ഡേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ബർത്ത്ഡേക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്ന് എല്ലാ കടകളിലും നോക്കുന്നത്. ഈ ട്രൈ ചെയ്തത് നേരത്തെ ചെയ്തത് മീഡിയം ആയിരുന്നു. ഇത് സ്മോളാണ് കേട്ടോ. അതാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ രാമചന്ദ്രൻസിലും കയറിയതിന് ശേഷം വീട്ടിലെത്തി. താങ്ക് യു ഫോർ വാച്ചിങ്. യൂബർ എടുത്തിട്ടാണ് വന്നത് കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.